ഇന്നിപ്പോൾ പുതുവത്സരത്തിൻ്റെ തലേദിവസം പുതുവത്സര ന്യൂ ഇയർ ഈവായിട്ട് നാട്ടിലെങ്ങും ആഘോഷം നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ആഘോഷം നമുക്കൊന്ന് ഫ്രീ ആയിട്ട്, അതായത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. പോലീസിൻ്റെ ത്രൂ ഔട്ട് പട്രോളിംഗ് ഉണ്ടാവും, വെഹിക്കിൾ ചെക്കിംഗ് ഉണ്ടാവും. ബോർഡർ ചെക്കിങ് 2 ദിവസമായിട്ട് ബോർഡർ ചെക്കിങ് നടക്കുന്നുണ്ട്. ഈ ബോർഡർ ചെക്കിങ്ങും ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റർ ഡിസ്ട്രിക്ട് ബോർഡറുകൾ, ഇൻ്റർ സ്റ്റേറ്റ് വരുന്ന ബോർഡറുകളും ഇൻ്റർ ഡിസ്ട്രിക്റ്റ് വരുന്ന ബോർഡറുകളും ത്രൂ ഔട്ട് ചെക്കിങ് ഉണ്ട്. 24 hour ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ രാത്രി ഇന്ന് പോലീസ് പട്രോളിങ്ങും പോലീസ് പിക്കറ്റും പോലീസ് വെഹിക്കിൾ ചെക്കിങ്ങും എല്ലാം ഉണ്ടാവും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ സ്ട്രിക്റ്റായിട്ടും പറയുന്നു, മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. അത് ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് എല്ലാ വർഷവും ധാരാളം ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നതും. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ, ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നവർ, റേഷൻ നെഗ്ലിജൻറ്റിൽ വാഹനം ഓടിക്കുന്നവർ, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ രാത്രി ഈ ഗാനമേളകൾ, DJ പാർട്ടികൾ 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഹൈക്കോടതി ഓർഡർ പ്രകാരം 10 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളൂ. 10 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും മൈക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടാവില്ല. എവിടെ പ്രവർത്തിച്ചാലും അത് ഓഫ് ചെയ്യണം. അതിന് സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ട് അതിൽ. മൈക്ക് സാങ്ഷൻ കൊടുത്തിട്ടുള്ള 10 മണി വരെ മാത്രമേ മൈക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ DJ പാർട്ടികൾ അതൊക്കെ കൺട്രോൾഡ് ആവണം. അതുപോലെ തന്നെ ഡിസ്പ്ലേ, വെടിക്കെട്ട്, അങ്ങനത്തെ ഫയർ വർക്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അത് പെർമിഷൻ ഇല്ലാതെ, ഒരു തരത്തിലും പെർമിഷൻ ഇല്ലാതെ ഡിസ്പ്ലേ, ഒരു സംഘടനകളായാലും വേറെ എന്ത് ഇതായാലും അങ്ങനെ ഫയർ വർക്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അതിന് പെർമിഷൻ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും ഡിസ്പ്ലേ ലൈസൻസ് എടുക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ബാറുകൾ, ക്ലബ്ബുകൾ, അതിൻ്റെയൊക്കെ ക്ലോസിങ് ടൈമുണ്ട്. പ്രിസ്ക്രൈബ്ഡ്, അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈമുണ്ട്. എത്ര മണി വരെയാണോ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ള, അതിന് ശേഷം ഒരു യാതൊരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ ടൈമിൽ കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കണം ബാറുകൾ. അങ്ങനെ ക്ലോസ് ചെയ്യാത്ത ബാറുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ട റിപ്പോർട്ട് പോലും ഇവിടെ നിന്ന് കൊടുക്കും. അതുപോലെ ആ ടൈം പാലിക്കാതെ കൂടുതൽ സമയം തുറന്ന് പ്രവർത്തിച്ചാൽ ബാറുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസ് പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാവും. ന്യൂ ഇയർ ആഘോഷം നല്ലതാണ്, പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, പൊതുജനങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനായിട്ട്. അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രിക്കോഷൻസും ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള വർക്കുകൾ. നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? മക്കൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ സ്കൂളിൽ നോക്കുക. മക്കളുടെ ഒരു കൺട്രോള് എന്തായാലും, അതായത് നമുക്ക് പ്രത്യേകിച്ച് മൈനറായിട്ടുള്ള കുട്ടികൾ രാത്രി ന്യൂ ഇയർ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും അഭിപ്രായമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾ വേറെ രീതിയിൽ മദ്യപാനവും മയക്കുമരുന്നിൻ്റെയൊക്കെ അമിത ഉപയോഗങ്ങൾ, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ ഏത് കൂട്ടുകെട്ടിലാണ്, എവിടെ ചെന്നിരുന്നിട്ടാണ് ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതെന്നും ഏത് തരത്തിലാണ് ആഘോഷിക്കുന്നതെന്നും നമുക്കൊരു പക്ഷേ വീട്ടിലിരുന്നാൽ അറിയില്ല. അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നതും അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും മാതാപിതാക്കളോട് ഒരഭിപ്രായമുണ്ട്.